ഇന്ന് ഞാൻ യേശുവിന്റെ ജനനം ആഘോഷിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കും. മറ്റു മതങ്ങളിൽ നിന്നാണോ ആഘോഷം ഉദ്ഭവിച്ചത്? മറ്റു മതങ്ങൾ യേശുവിനെ ആരാധിച്ചിട്ടില്ല. ഡിസംബർ 25-ന് ഒരു ദൈവമോ ദേവതയോ ജനിച്ചിട്ടില്ല. ഈ ദിവസം ഒരു ദേവതയുടെയും ആഘോഷം ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനികൾ ഈ ഉത്സവം ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം യേശു ലോകത്തിലേക്ക് വന്നത് ഈ ദിവസമാണ്. യേശു അവതാരമെടുത്തു. പാപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും നമ്മെ രക്ഷിക്കാനാണ് യേശു വന്നത്. അപ്പോസ്തലന്മാരുടെ കാലം മുതൽ സഭ എപ്പോഴും യേശുവിന്റെ ജനനം ആഘോഷിച്ചു. പഴയ നിയമത്തിൽ ദൈവം ഉത്സവങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ഒരു ഉത്സവവും വേണ്ടായിരുന്നുവെങ്കിൽ പെസഹ പോലുള്ള ഉത്സവങ്ങളും ദൈവം സ്ഥാപിക്കുമായിരുന്നില്ല. നമുക്ക് സന്തോഷിക്കാനും ആഘോഷിക്കാനും കഴിയുമെന്ന് ബൈബിളിലെ നിരവധി വാക്യങ്ങൾ നമ്മോട് പറയുന്നു. കൊരിന്തിലെ സഭയ്ക്കുള്ള അദ്ദേഹത്തിന്റെ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായം യേശുവിന്റെ ജനനം, കുരിശുമരണ, പുനരുത്ഥാനം എന്നിവയുടെ ആഘോഷത്തെക്കുറിച്ച് സൂചന നൽകുന്നു. 12 പേരുടെ പഠിപ്പിക്കൽ അല്ലെങ്കിൽ ദിഡാക്കി എന്ന തലക്കെട്ടിലുള്ള എഴുത്ത് അപ്പോസ്തലന്മാരുടെ കാലത്താണ് എഴുതിയത്. ഈ എഴുത്ത് യേശുവിന്റെ ജനനത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും ആഘോഷങ്ങളെ സൂചിപ്പിക്കുന്നു. ക്രിസ്ത്യാനികൾ എന്തിനാണ് ഇത് ആഘോഷിക്കുന്നത്? കാരണം സഭ അതിന്റെ തുടക്കം മുതൽ തന്നെ ഇത് ആഘോഷിച്ചു. ബൈബിൾ ഇങ്ങനെ പറയുന്നു: അതിനാൽ സഹോദരരെ, ഞങ്ങൾ വചനം മുഖേനയോ കത്തുമുഖേനയോ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുകയും അവയിൽ ഉറച്ചുനിൽക്കുകയും ചെയ്യുവിൻ. ആ വാക്യം പൗലോസ് തെസ്സലോനിക്കർക്കുള്ള 2-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിലെ 15 വാക്യത്തിൽ നിന്നുള്ളതാണ്. യേശുവിന്റെയും അപ്പോസ്തലന്മാരുടെയും കാൽപ്പാടുകൾ പിന്തുടരുന്നുവെന്ന് നാം അവകാശപ്പെടുകയാണെങ്കിൽ നാം സഭയെ പിന്തുടരണം. സഭ അതിന്റെ തുടക്കം മുതൽ ചെയ്ത കാര്യങ്ങൾ നാം ചെയ്യണം. ഈ ആഘോഷം മറ്റു മതങ്ങളിൽ നിന്നല്ല വന്നത്, അത് അപ്പോസ്തലന്മാരിൽ നിന്നാണ് വന്നത്.